വൈശാഖ മഹോത്സവത്തിലെ മൂന്നാമത്തെ ആരാധനാ പൂജയായ രേവതി ആരാധന ഭഗവാന് സമർപ്പിച്ചു. രേവതി ആരാധനയോടനുബന്ധിച്ച് പൊന്നിൻ ശീവേലി, ആരാധനാ സദ്യ എന്നീ ചടങ്ങുകൾ നടത്തി. സന്ധ്യാപൂജയ്ക്കൊപ്പമാണ് രേവതിനാൾ ആരാധനാ പൂജ നടത്തിയത്. വേക്കളത്തെ കരോത്ത് നായർ തറവാട്ടിൽ നിന്നും എഴുന്നള്ളിച്ച് സമർപ്പിക്കുന്ന പഞ്ചഗവ്യം ആരാധനാ പൂജയ്ക്കൊപ്പം സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു. എല്ലാ ആരാധനാ നാളുകളിലും പാലമൃത എന്നറിയപ്പെടുന്ന പഞ്ചഗവ്യം അഭിഷേകം നടത്തും. കുറ്റിയിൽ നിറച്ച് വാട്ടിയ വാഴയില കൊണ്ട് മുഖം കെട്ടിയാണ് ബാബുരാളൻ എന്ന് വിളിക്കുന്ന സ്ഥാനീകൻ പഞ്ചഗവ്യം എഴുന്നള്ളിക്കുന്നത്. കാൽനടയായി എത്തിക്കുന്ന പഞ്ചഗവ്യം ബാവലിക്കരയിൽ പ്രത്യേക സ്ഥാനത്ത് സൂക്ഷിച്ച് സന്ധ്യാപൂജയ്ക്ക് തൊട്ടുമുൻപ് മണിത്തറയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. രേവതി ആരാധനാ ദിവസമായ ഞായറാഴ്ച പെരുമാളെ തൊഴാനെത്തിയത് 10,000-കണക്കിന് ഭക്തർ. ഭക്തജന തിരക്കിൽ പലർക്കും ദർശനം കിട്ടിയത് മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷം. സ്കൂൾ തുറക്കുന്നതിന് മുൻപുള്ള അവധി ദിവസമായതിനാലാകാം ഇത്രയേറെ തിരക്കിന് കാരണം. പുലർച്ചെ 3 മണിയോടെ തന്നെ തിരുവഞ്ചേരിയും പരിസരങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. കിഴക്കേ നടയിലെ ദർശനത്തിനുള്ള ക്യൂ മന്തഞ്ചേരി പാലം വരെയും പടിഞ്ഞാറേ നടയിലേത് ഇടബാവലി പാലം വരെയും നീണ്ടു. കത്തുന്ന വെയിലിനെ പോലും അവഗണിച്ചാണ് ഭക്തർ ദർശനത്തിനായി കാത്തുനിന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം വോളണ്ടിയർമാരും പോലീസും ഏറെ പണിപ്പെടേണ്ടി വന്നു. വൈകുന്നേരത്തോടെയാണ് തിരക്കിന് നേരിയ ശമനം ഉണ്ടായത്. വൈശാഖ മഹോത്സവത്തിലെ 4ാമത്തേതും അവസാനത്തേതുമായ രോഹിണി ആരാധന ജൂൺ 6-ന് നടക്കും.